ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിൻ്റർ സ്പെഷ്യലാണ്. തണുപ്പ് കാലത്തൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ എല്ലിന് ബലം കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ അറിയാലോ, നമ്മൾ ഒത്തിരി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഗീ. ഗീ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഗോന്താണ്. ഗോന്ത് അങ്ങനെ എന്തെല്ലാം ഇതിന് പ്രൊണൗൺസിയേഷൻ ഉണ്ട്. ഇതാണ് സാധനം. ഇതൊരു അക്കേഷ്യ മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു ഗമ്മാണ്, എഡിബിൾ ഗമ്മാണ്, കഴിക്കാൻ പറ്റിയൊരു ഗമ്മാണ്. ഇത് നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ എല്ല് ബലം കൂട്ടാനും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമണ് അതുപോലെ തന്നെ പ്രസവിച്ച അമ്മമാർക്ക് പാല് കൂട്ടാനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ എല്ല് സംബന്ധമായ ആർത്തറൈസ് അതുപോലെ തന്നെ മുട്ടുവേദന അങ്ങനെയുള്ളവർക്ക് നമ്മളെ നാട്ടിലധികം അങ്ങനെ ആരും കഴിക്കാറില്ലെങ്കിലും പുറം രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ രാജസ്ഥാൻ അതുപോലെ തന്നെ UP അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് കഴിച്ചു വരുന്ന ഒരു സാധനമാണ്. അവരുടെ ഒരു റെസിപ്പി കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് നെയ്യിൽ തന്നെ വറുത്തെടുക്കാം. നെയ്യിൽ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊരിഞ്ഞ് വരും. നമ്മളെ പൊരിയൊക്കെ ആകുന്നത് പോലെ ഇങ്ങനെ അത് ഫുള്ളായിട്ട് ഡബിൾ സൈസിലേക്ക് മാറി വരും. ചെറുതായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പൊന്തി വരും. നമ്മൾ അരി വറുക്കുന്ന സമയത്ത് അരി ഫഫായി വരാറില്ലേ, അതുപോലെ ഇതും നന്നായിട്ട് ഫഫായി വരും. അതുവരെ നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ പർച്ചേസാണ്. സാധാരണ നട്ട്സൊക്കെ വാങ്ങുന്ന കടയിൽ ഇത് സുലഭമായി കിട്ടാറുമുണ്ട്. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. മാറ്റം കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാ നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട്. കളർ ചേഞ്ചായി. ഇനി ഒരു വൈറ്റിഷ് കളറിലേക്ക് മാറും. നന്നായിട്ട് പഫായി തൊട്ട് നോക്കുമ്പോൾ ഒരു പൊരി ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഒരു പഫായ രൂപയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ ഇതൊരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാമിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ ബെനിഫിറ്റ് ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ എല്ലിന് ബലം കൂട്ടാനും കുട്ടികൾക്കും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഐസൈറ്റ് കൂട്ടാനും ഒക്കെ നല്ലതാണ്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള സാധനമാണ് നട്ട്സ്. ഒത്തിരി ഡെയിലി ഒരു 3-4 വെച്ച് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. തീരെ നട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ലഡുവായിട്ടും അതുപോലെ തന്നെ ബാറായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ സ്നാക്ക് ടൈമിൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിസ്ത ചേർത്ത് കൊടുക്കാം, വാൾനട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഫോക്സ് നട്ടാണ്. നമ്മളെ ലോട്ടസ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത് മക്കന. അതും വിൻ്റർ സീസൺ ആയാലും നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും എല്ലിന് ബലം കൂട്ടണം വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ലോട്ടസ് സീഡ്. ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കളർ ചെറുതായിട്ട് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഇതും മാറ്റി കൊടുക്കാം. സെയിം പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ ചന ഉണ്ടല്ലോ, കടല, പൊരിക്കടല എന്ന് പറയുന്ന സാധനം, അത് പൊട്ടുകടല ചട്നിക്കെല്ലാം ഉപയോഗിക്കുന്നത്, അത് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിന് ഫ്ലേവർ വരെ ഏകദേശം നല്ലൊരു പേടൻ്റെയും മൈസൂർ പാക്കിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഇതിന് ജോയിൻ ആയിട്ട് വരും. കടലപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇനി 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറിയൊരു കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് പകരം നമുക്ക് ബ്രോക്കൺ വീറ്റ് ഉപയോഗിക്കാം. നുറുക്ക് ഗോതമ്പ് ഇതിന് പകരം ഉപയോഗിക്കുന്നവരുണ്ട്. ഈ റെസിപ്പിക്ക് വേണ്ടി തന്നെ നുറുക്ക് ഗോതമ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. അത് സാധാരണ കഴുകി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട്
പിന്നെ ഇതുപോലെ നെയ്യിൽ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായി ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ഉപയോഗിക്കാം. ആവശ്യത്തിനുള്ള ഡേറ്റ്സ് എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് വരട്ടിയെടുത്താലും മതി. അങ്ങനെ ഉണ്ടാക്കാനും പറ്റും. ഇത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ശർക്കര നമ്മൾ ചിക്കിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആക്കിയെടുക്കണ്ട, ഹാർഡാക്കണ്ട. നമ്മൾ സോഫ്റ്റ് ലഡുവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു നൂൽ പരുവം അല്ലെങ്കിൽ ഒരു നൂൽ പരുവത്തിലുള്ള ജസ്റ്റ് മുമ്പുള്ള സ്റ്റേജ്, ആ സ്റ്റേജിൽ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം ഒന്ന് കുറച്ച് തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമുക്ക് ഒഴിക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂണിൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇതാ ഈ സ്റ്റേജിൽ മതി. ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മക്കന, അതുപോലെ തന്നെ ഗോന്ത്, നട്ട്സൊക്കെ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല, ഒരു തരിതരിപ്പിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതുപോലെ നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിച്ചത് നേരത്തെ വറുത്ത് വെച്ച ഗോതമ്പ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ബാക്കിയുള്ളത് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ ജിഞ്ചർ പൗഡർ, അതുപോലെ തന്നെ നട്ട്മഗ് പൗഡർ, നമ്മളെ ജാതിക്ക പൊടിച്ചത്, അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുപോലെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിച്ചത്, ഡ്രൈ ജിഞ്ചർ പൗഡർ, പിന്നെ അതുപോലെ തന്നെ നട്ട്മഗ് പൗഡർ, പിന്നെ ജാതിക്ക പൊടിച്ചതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പ്ലെയിനായിട്ട് നട്ട്സും അതുപോലെ തന്നെ വീറ്റും ഒക്കെ ചേർത്ത് മാത്രമാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ ചൂടോട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ പൊള്ളും, അതുകൊണ്ട് ഒരു സ്പാച്ചില വെച്ച് ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം കൈയോട് നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് എള്ള് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. എള്ള് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളും നിങ്ങൾക്കറിയാലോ, കാൽസ്യം റിച്ച് ആണ്. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം. ഞാനിവിടെ നല്ല ലഡുവിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ചൂടുണ്ടാവും. ഗ്ലൗസ് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര കട്ടിയാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ബോൾസാക്കി ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി എനർജി ബോളിൻ്റെ റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ചാനലിൽ ഇഷ്ടം പോലെ എനർജി ബാറിൻ്റെയും അതുപോലെ തന്നെ എനർജി ലഡു, അതുപോലെ തന്നെ പ്രോട്ടീൻ ബാർ, പ്രോട്ടീൻ ലഡു, അങ്ങനെ ഒത്തിരി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവർ പോയി കണ്ടു നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.